ഭക്തി വിനോദ ഭക്തി വിനോദ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുതിരയേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടഹി മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനധാരിണം ശ്രീചൈതന്യമീശ്വരം ശ്രീപരമാനന്ദമാധവം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർഗോവിന്ദ സർവകാരണകാരണം ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമാഗ്യം ദത്താതി സ്വപതാന്തിഹം. ജയ് ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവത്ഗീത അധ്യായം 18 ശ്ലോക 55. ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യച്ഛാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യച്ഛാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യച്ഛാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം.
ഭക്ത്യാ മാമഭിജാനാതി. യൂണിവേഴ്സിറ്റി ബിരുദങ്ങൾ ഇതിന് സഹായിക്കില്ല. കൃഷ്ണശാസ്ത്രത്തെപ്പറ്റി പൂർണ്ണജ്ഞാനം നേടിയവർ കൃഷ്ണൻ്റെ ധാമമായ ആത്മീയ സാമ്രാജ്യം പോകാൻ അർഹരാണ്. ഇതുകൊണ്ട് ബ്രഹ്മഭൂതനാകുന്നവന് തൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നു എന്നർത്ഥമാകുന്നില്ല. ഭക്തിഗത സേവനമുണ്ട്. ഭക്തിഭരിതമായ സേവനമുള്ളപ്പോൾ കൃഷ്ണൻ അതോടൊപ്പമുണ്ട്. ഭക്തി സാധനയുണ്ട്, ഭക്തനുമുണ്ട്. ആ ജ്ഞാനത്തിന് മുക്തിക്ക് ശേഷവും ക്ഷയമില്ല. മുക്തി ഭൗതിക ബോധത്തിൽ നിന്നുള്ള മോചനത്തെ കുറിക്കുന്നു. ആധ്യാത്മിക ജീവിതത്തിലും ഈ ഭേദമുണ്ട്, ഈ വ്യക്തിത്വമുണ്ട്. പക്ഷേ ശുദ്ധമായ കൃഷ്ണാവബോധത്തിലാണത്. വിശദേ എന്ന പദം എന്നിൽ ഉൾപ്പോകുന്നു. വ്യക്തിശൂന്യ ബ്രഹ്മത്തോടുള്ള ഏകീഭാവമെന്ന അദ്വൈത സിദ്ധാന്തത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത്. അതല്ല ശരി. സ്വന്തം വ്യക്തിത്വം പുലർത്തിക്കൊണ്ട് തന്നെ ഭഗവത് സമ്പർക്കത്തിനും സേവനത്തിനും വേണ്ടി ശ്രീകൃഷ്ണ ധാമത്തിൽ പ്രവേശിക്കുക എന്നതാണ് ഇതിൻ്റെ നിർദ്ദിഷ്ടമായ അർത്ഥം. ഉദാഹരണത്തിന് പച്ചക്കിളി പച്ചമരത്തിന്മേൽ കയറുന്നത് അതിനോട് ഏകീഭവിക്കാനല്ല, അതിൻ്റെ ഫലങ്ങൾ ആസ്വദിക്കാനാണ്. ഈ വിഷയത്തിന് ഉദാഹരണമായി സമുദ്രത്തിൽ ഒഴുകിച്ചേരുന്ന നദികളെ വ്യക്തിശൂന്യവാദികൾ ചൂണ്ടിക്കാട്ടാറുണ്ട്. പുഴകൾ സമുദ്രത്തിലെത്തി ലയിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തിശൂന്യവാദികൾക്ക് ഈ നില ആനന്ദകരമാവാം. മറിച്ച് സമുദ്രത്തിൽ ഒരു ജലജീവിയെപ്പോലെ തൻ്റെ വ്യക്തിഭാവം പുലർത്തുകയാണ് വ്യക്തിവാദി ചെയ്യുക. സമുദ്രത്തിനടിയിലും എണ്ണമറ്റ ജീവികളെ നമുക്ക് കാണാം. ഉപരിതലത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ, ആഴങ്ങളിൽ ജീവിക്കുന്ന ജലജീവികളെപ്പറ്റിയും പൂർണ്ണമായി അറിയേണ്ടതുണ്ട്. വിശുദ്ധ ഭക്തി സേവനത്തിലൂടെ ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങളെയും വിഭൂതികളെയും പറ്റി ഭക്തന് ശരിയായ അറിവ് നേടാൻ കഴിയും. 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 1154 ഈ ഭക്തിയുത സേവന കർമ്മത്തിലൂടെ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. പരമപുരുഷനെ അറിയാനും അദ്ദേഹത്തിൻ്റെ ലോകത്തിൽ പ്രവേശിക്കാനും ഭക്തിയുത സേവനം കൊണ്ട് സാധിക്കുമെന്ന് ഇവിടെ ഊന്നിപ്പറയുന്നു. ഭൗതിക സങ്കല്പങ്ങൾ ഒഴിഞ്ഞ് ബ്രഹ്മോപദാവസ്ഥയിലെത്തിയ ശേഷം ഭഗവാനെ ശ്രവിക്കുന്നതോടെ ഭക്തിയുത സേവനം ആരംഭിക്കുന്നു. പരമപുരുഷ ചരിത്ര ശ്രവണത്താൽ ബ്രഹ്മോപദാവസ്ഥ വരുന്നതോടെ ഭൗതിക കൽമഷങ്ങൾ, ലോഭവും ഭോഗാസക്തിയും മാഞ്ഞു പോകും. ഈ ഹൃദയത്തിൽ നിന്ന് ഒഴിയുമ്പോൾ ഭക്തനെ ഭഗവത് സേവനത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാകുന്നു. ഈ താല്പര്യം വീണ്ടും ഭൗതിക കൽമഷങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ നിന്ന് അയാളെ തടയുകയും ചെയ്യും. ഈ നിലയിൽ പൂർണ്ണമായ ഭഗവത്ജ്ഞാനം കൈവരും. ഇതാണ് ശ്രീമദ് ഭാഗവതവും പ്രഖ്യാപിക്കുന്നത്. ഭക്തി പ്രക്രിയ ആധ്യാത്മിക സേവനം മുക്തിക്ക് ശേഷവും തുടരുന്നുണ്ട്. അപ്രണയാർത്ഥം തത്രവിഹി ദൃഷ്ടം എന്ന് വേദസൂക്തം. മുക്തിക്ക് ശേഷവും ഭക്തിപൂർവമായ സേവനം തുടരുന്നു എന്നർത്ഥം. ജീവാത്മാവിനെ തനതായ വ്യക്തിത്വത്തിൽ അഥവാ സ്വരൂപാവസ്ഥയിൽ പുനഃപ്രതിഷ്ഠിക്കലാണ് ഭക്തിമാർഗേണയുള്ള മുക്തി എന്ന് ശ്രീമദ് ഭാഗവതം നിർവചിക്കുന്നുണ്ട്. ഈ സ്വരൂപാവസ്ഥയെപ്പറ്റി മുമ്പ് പറഞ്ഞുവല്ലോ. പരമപുരുഷൻ്റെ വിഭിന്ന അംശങ്ങളാണ് എല്ലാ ജീവാത്മാക്കളും. അതുകൊണ്ട് ഓരോ ജീവാത്മാവിൻ്റെയും സഹജാവസ്ഥ ഭഗവത് സേവനം തന്നെ. മുക്തിക്ക് ശേഷവും ഈ സേവനകർമ്മം ശാശ്വതമായി തുടരുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള മിഥ്യാസങ്കല്പങ്ങളിൽ നിന്ന് വിട്ടുപോരുന്നതാണ് യഥാർത്ഥ മുക്തി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭക്ത്യാ മാം അഭിജാനാതി യാവാനിച്ഛാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയും. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെക്കുറിച്ച് പൂർണ്ണാവബോധം നേടുമ്പോൾ
അയാൾക്ക് ദൈവസാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഭഗവത്ഗീതയിലെ 18-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നതാണ്. ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിലും പറയുന്നുണ്ട്, ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് പല മാർഗങ്ങളും ആധ്യാത്മികവാദികൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതിൽ പറയുന്നുണ്ട്, തത്വവിധസ്ത്വം തത്വം വിജ്ഞാനമവ്യയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി സത്യത എന്ന് പറയുന്നുണ്ട്. അപ്പം ബ്രഹ്മം, പരമാത്മ, ഭഗവാൻ, ഈ 3 മാർഗം ഉണ്ട്. പക്ഷേ ഈ 3 മാർഗവും ശരിയായ മാർഗം തന്നെ, തെറ്റായ മാർഗം അല്ല. പക്ഷേ ഇതിലേതാണ് ഉത്തമമായത്? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. തൊടാൻ പാടില്ല, തൊട്ടാ പോയി. അപ്പോൾ 3 മാർഗവും ശരിയായ മാർഗം തന്നെയാണ്. 3 മാർഗവും ഭഗവാനിൽ എത്തിപ്പെടാനുള്ള മാർഗം തന്നെയാണ്. പക്ഷെ എന്നാൽ ഏറ്റവും എളുപ്പമാർഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭക്തിയുത സേവനമാണ്. പക്ഷെ ചിലപ്പോൾ ഒരു എന്താ പറയുക, മായാവാദികൾ അല്ലെങ്കിൽ ബ്രഹ്മവാദികൾ അവർ പറയുന്നത് ഭക്തിമാർഗം തുടക്കക്കാർക്കുള്ളതാണെന്ന് പറയും. കാരണം എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. നവയുധ ഭക്തി, ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം ഇതൊക്കെ ചെയ്താൽ മതി എന്ന് പറയും. പക്ഷേ എന്നാൽ ഏറ്റവും പ്രയാസമായ മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ നവയുധ ഭക്തി മാർഗമാണ്, അല്ലേ? പക്ഷെ അവർ വേദാന്തമെല്ലാം പഠിച്ചിട്ട് ഈ വേദത്തിനെ എല്ലാം ഇങ്ങനെ പഠിച്ചിട്ട് അവർ വിചാരിക്കുന്നു ഞാൻ ഭഗവാനെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. പക്ഷെ വേദം മുഴുവനും പഠിച്ചു വേദത്തിൻ്റെ സ്വരൂപമായ വ്യക്തികൾ 4 പേരുണ്ട്. ആരാണ്? ചതുർകുമാരന്മാർ. അവർക്ക് പോലും എവിടെ പ്രവേശനം കിട്ടിയില്ല? വൈകുണ്ഠത്തിൽ ലോകത്തിനകത്ത് കയറാൻ പറ്റിയില്ല. അവർ പുറത്ത് തന്നെ ഇരുന്നു. ഈവൻ ആ ഡോർക്ക് കീപ്പർ അവരെ വിട്ടില്ല, ദ്വാരപാലകന്മാർ അവരകത്ത് കയറ്റിയില്ല. പക്ഷേ എന്നാൽ അവരകത്ത് കയറാതിരിക്കാൻ ഭഗവാൻ പുറത്തിറങ്ങി വന്നു. എന്തുകൊണ്ട്? കാരണം ഒരു ക്വാളിഫൈഡ് അല്ലാത്ത ഒരു വ്യക്തിക്ക് എവിടെ കയറാൻ പറ്റില്ല? ഭഗവാനെ. അപ്പം ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ 3 മാർഗം എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രഹ്മം, പരമാത്മാ, ഭഗവാൻ. ഇതിനെ ശ്രീമദ് ഭാഗവതത്തിലൊരു കമ്പാരിസൺ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സൂര്യൻ, സൂര്യപ്രകാശം, സൂര്യൻ്റെ രശ്മി. അപ്പോൾ ഞാനിവിടെ ഇരുന്നു കൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ പകലാണോ രാത്രിയാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? പകലാണെന്ന് പറയും. എങ്ങനെ പറയും? സൂര്യപ്രകാശം കണ്ടിട്ട് നമ്മൾ പറയും ഇത് ഡേ ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് സത്യമാണോ? ഞാൻ പറഞ്ഞ കാര്യം സത്യമല്ലേ? സൂര്യനുണ്ടോ എന്ന് ചോദിച്ചാലും സൂര്യനുണ്ടെന്ന് പറയാം. എങ്ങനെയാണ് പറയുന്നത്? അകത്തിരുന്നു കൊണ്ട് ആ പ്രകാശം കണ്ടിട്ടാണ് ഞാൻ സൂര്യനുണ്ടോ എന്ന് ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞു. അത് സത്യമാണ്. ഒരാൾ പുറമെ ഇറങ്ങിപ്പോയിട്ട് ചൂടടിച്ചു, രശ്മി തട്ടി ചൂടടിച്ചപ്പോൾ അവരടുത്ത് ഞാൻ ചോദിക്കുന്നു സൂര്യനുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറയുന്നു സൂര്യനുണ്ട്. എങ്ങനെയാണ് സൂര്യനുണ്ടെന്ന് പറഞ്ഞത്? പ്രകാശം ആ ചൂട് തട്ടിയിട്ടാണ്. അപ്പോൾ അത് സത്യമാണോ? സത്യമാണ്. അപ്പോൾ ഇനി ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ് സൂര്യൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ മേലെ ആകാശം നോക്കിയിട്ട് അതാണ് സൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ 3ഉം സത്യമാണ്. പക്ഷെ സൂര്യൻ എടുത്ത് മാറ്റിയാലോ സൂര്യപ്രകാശം ഉണ്ടാവുമോ? സൂര്യൻ്റെ രശ്മി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ ഏത് വേണം? സൂര്യൻ വേണം. ഭഗവാനെ എടുത്ത് മാറ്റിയാൽ ഭഗവാന്റെ തേജസ്, ശരീരത്തിൽ നിന്ന് വരുന്ന ബ്രഹ്മ തേജസ്, അതിനെയാണ് ബ്രഹ്മം. അതില്ല, അല്ലേ? അപ്പം ഭഗവാന്റെ തേജസ് ഇല്ല, പിന്നെ ഭഗവാന്റെ പരമാത്മാവില്ല. അപ്പോൾ ഭഗവാൻ തന്നെ വേണം. അപ്പോൾ അതാണ് പരമമായി. ഇപ്പം നമുക്ക് മൂക്കിനെ ഇങ്ങനെയും തൊടാം, ഇങ്ങനെ ചുറ്റിയും തൊടാം, അതല്ലേ? ഏതാ എളുപ്പം? മൂക്കിനെ തൊടുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊടാം ഈസി ആയിട്ട്. അതുപോലെ ഒരാളിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഭഗവാനിലോട്ട് എത്താൻ ശ്രമിക്കുന്നുണ്ട്. ഏത് മാർഗത്തിലെ? ബ്രഹ്മമാർഗത്തിലൊക്കെ കറങ്ങിത്തിരിഞ്ഞ് പിന്നെ ബ്രഹ്മലോകത്ത് പോയിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ ക്ഷീണേ പുണ്യെ മർത്തിലോഹ വിശന്തി ഭൂമിയിൽ വന്ന് തിരിച്ച് ഇനിയൊരു ചാൻസ് കിട്ടി ഭഗവത് സേവനത്തിലോട്ട് പോകണം. പക്ഷെ നമുക്ക് ഏതാ എളുപ്പം? നമുക്ക് വളരെ എളുപ്പമായിട്ട് ഭക്തിയുത മാർഗം സ്വീകരിച്ചാൽ ഈസി ആയിട്ട് ഭഗവാന്റെ അടുത്ത് പോകാം. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ പറയുന്നത്, ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പച്ചമരത്തിനകത്ത് ഒരു തത്ത പോയിരുന്നാൽ, പച്ചക്കിളി പോയിരുന്നു കഴിഞ്ഞാൽ അതും അതിൻ്റെ കൂടെ മെർജായി പോവുമോ? അതിൻ്റെ കൂടെ ചേർന്ന് പോവില്ല. അത് എപ്പോഴും അവിടെ സെപ്പറേറ്റായിട്ട് ആ തത്തയായിട്ട് തന്നെ അവിടെ ഉണ്ടാകും. അതുപോലെ ഇവർ പറയുന്നു ബ്രഹ്മ തേജസ്സിൽ നമുക്ക് ലയിക്കാം, ചേരാനേ പറ്റില്ല, അല്ലേ? 5 തരത്തിൽ മുക്തി പറയും. സാരൂപ്യം, സാമീപ്യം, സാലോക്യം, സാഷ്ടി, പിന്നെ സായുജ്യം.
ഇങ്ങനെ. അപ്പോൾ സായുജ്യം, ഭഗവാനിൽ ഞാൻ ലയിച്ചു ചേരാം എന്ന് പറഞ്ഞ് ലയിച്ചു ചേർന്നാലും അവിടെ എന്തോ ഒരു വസ്തുവിൽ ഒരു സാധനം ഒട്ടിയിരിക്കും പോലെ ഇരിക്കും. ആ ഒട്ടിയിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാകത്തുള്ളൂ. മൊത്തത്തിൽ അങ്ങ് ലയിച്ച് ചേരാൻ പറ്റില്ല. സാമീപ്യം, ഭഗവാന്റെ അടുത്തിരിക്കാം. ഭഗവാന്റെ അടുത്തിരുന്നാലും ജീവാത്മാവായിട്ടിരിക്കും, ഭഗവാന്റെ ആയിട്ടിരിക്കും. സാരൂപ്യം, ഭഗവാനെ പോലെ രൂപം, പക്ഷേ എന്നാൽ കാണാൻ ഒന്നുപോലെ ആയിരിക്കും. എന്ത് കളറ്? നീല കളറിലായിരിക്കും. മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കും, ഭഗവാനെ പോലെ മാല ധരിച്ചിരിക്കും, കമ്മൽ, ചതുർഭുജം എല്ലാം ഉണ്ടാവും. കണ്ടാൽ ഒന്നുപോലെ ഇരിക്കും, പക്ഷെ വ്യത്യാസം ഉണ്ടാവും. എന്താ വ്യത്യാസം? ഒന്ന് ഭഗവാനാണ്. ശ്രീവത്സവത്തിൽ ആരുണ്ടാവും? മഹാലക്ഷ്മി ഉണ്ടാവും. ഉടനെ തിരിച്ചറിയാം. അപ്പോൾ ഈ ജീവാത്മ അവിടെ പോയിട്ട് വിചാരിക്കും, മഹാലക്ഷ്മി എവിടെയില്ല? എൻ്റെ ഹൃദയത്തില്ല. എവിടെയായിരിക്കുന്നത്? ഭഗവാന്റെ ഹൃദയത്തിൽ. ഇമ്മീഡിയറ്റായിട്ട് അവിടെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഭഗവാന്റെ ലോകത്ത് പോയിരുന്നാലും ശരി തന്നെ, നമ്മൾ ആരാണ്? ദാസനാണ്. സേവനം ചെയ്യുന്നതാണ് നമ്മുടെ യഥാർത്ഥ ഒറിജിനൽ ഐഡൻറ്റിറ്റി. അപ്പോൾ മതം ചേറില്ല. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഐഡൻറ്റിറ്റി എന്താണ്? ഭഗവാന്റെ ദാസനാണ്, ഭഗവാന് നിത്യസേവകനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ശാസ്ത്രവും വേദങ്ങളും എല്ലാം പഠിച്ചിട്ട് വലിയ പണ്ഡിതനായിരുന്നാലും വൈകുണ്ഠ ലോകത്ത് പോയിട്ട് ഭഗവാന് ക്ലാസ് എടുക്കാൻ പറ്റുമോ? അവിടെ പോയിട്ട് പിന്നെ എന്ത് ചെയ്യും? അവിടെ പോയിട്ട് ദാസപ്പണി ചെയ്യണം, അല്ലേ? അപ്പോൾ ഭക്തന്മാർ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ വന്ന് ഭഗവാന് സേവനം ചെയ്യുന്നു, അല്ലേ? ഭക്തന്മാരെ നരകത്തിൽ കൊണ്ടുവിട്ടാലും ശരി, സ്വർഗത്തിൽ പോയി വിട്ടാലും ശരി, അവരെന്ത് തന്നെ ചെയ്യും? ഭഗവാന് സേവനം ചെയ്യുന്നത് ചെയ്യും, അല്ല? വൈകുണ്ഠ ലോകത്ത് പോയാലും സെയിം കാര്യം തന്നെയാണ് അവർ ചെയ്യാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ ഏത് ലോകത്തിൽ പോയിരുന്നാലും ഭക്തന്മാരെന്താണ്? എപ്പോഴും ഭഗവാന് സേവനം ചെയ്യാൻ. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, മമ ജന്മനീശ്വര ഭവതാ ഭക്തിരഹൈരുഹി തൊയ്. എത്ര ജന്മമെടുത്താലും ശരി തന്നെ ഞാൻ ഭഗവാന്റെ ഭക്തനായിട്ട്, അങ്ങയുടെ ഭക്തനായിട്ട് ഇരുന്നോളാം, ആവണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇനി വേദത്തിൻ്റെ അന്ത്യം, വേദത്തിനെക്കുറിച്ച് വേദത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? വേദാന്ത ഹൃത്വേദ വിദേവചാഹം. വേദത്തിൽ നിന്ന് നമ്മൾ ഭഗവാനെയാണ് മനസ്സിലാക്കുന്നത്, ഭഗവാനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഒരു ഭക്തൻ്റെ ലക്ഷണം. അപ്പം ഭക്തിമാർഗം എളുപ്പം. ഇപ്പോൾ അവർ പറയാണ് ഭക്തിമാർഗം തുടക്കക്കാർക്കുള്ളതാണെന്ന് പറഞ്ഞാൽ ഡെയിലി 16 മാല ജപിക്കണം. ഈ ഒരു മായാവാദി 2 മണിക്കൂർ ഇന്ന് ജപിക്കില്ല, ഒരു തപസ്സും ചെയ്യൂല 2 മണിക്കൂർ, അല്ലേ? ആരെങ്കിലും ചെയ്യുമോ? ഒരു മായാവതിയും ഒരു ബ്രഹ്മവാദിയും എല്ലാ മാസവും ഒരു വ്രതം, നിർജ്ജലമോ അല്ലെങ്കിൽ വ്രതമോ എടുക്കാറില്ല, അല്ലേ? അവർ ചായ കുടിക്കും, കാപ്പി കുടിക്കും, എല്ലാം ചെയ്യും. അപ്പോൾ അവരാണോ ഗ്രേറ്റ്? ഭക്തന്മാരാണോ ഗ്രേറ്റ്? അവർ ഇങ്ങനെ വായിച്ച് അഹങ്കാരം കൊണ്ട് ഇങ്ങനെ, കാരണം ഒരുപാട് ജ്ഞാനം കിട്ടിയതുകൊണ്ട് തലയും പൊക്കി അങ്ങ് നടക്കും, അല്ലേ? ജ്ഞാനം കൂടിപ്പോയി. അപ്പോൾ ആരെ കണ്ടാലും ചിരിക്കില്ല. ഇനി അവർക്ക് ആൾക്കാരെ കണ്ട് ചിരിക്കാൻ പേടിയാണ്, തമാശ പറയാൻ പേടിയാണ്, കുട്ടികളെ കണ്ട കൊച്ചിൻ്റെ അടുത്ത് കളിക്കാൻ പേടിയാണ്. എന്തുകൊണ്ട്? മായ. അതിൻ്റെ അടുത്ത് കളിച്ചാൽ മായ പിടിക്കും, സ്ത്രീകളുടെ അടുത്ത് സംസാരിച്ചാൽ മായ പിടിക്കും, ആ വ്യക്തിയോട് എന്തെങ്കിലും പൈസയുടെ ഡീലിങ് ചെയ്താൽ മായ പിടിക്കും. മായ പിടിക്കും എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും മായയിലുണ്ടാവും. പക്ഷേ ഇസ്കോണിലെ സന്യാസിമാർ നേരെ തിരിച്ചാണ്. കുട്ടികളെ കണ്ട പിടിച്ച് ചിലപ്പോൾ മടിയിൽ പിടിച്ചിരുത്തും, എടുത്തിട്ട് ഹരേ കൃഷ്ണ പറയൂ എന്ന് പറയും. അദ്ദേഹം ഹരേ കൃഷ്ണ പറഞ്ഞു, കുട്ടിയെ കൊണ്ട് ഹരേ കൃഷ്ണ പറയിപ്പിച്ചു, അല്ലേ? എന്നിട്ട് പ്രസാദം വാരി കൊടുക്കും ചിലപ്പോൾ കുട്ടിക്ക്. എന്താണ്? മഹാപ്രസാദം കൊടുത്തു. അപ്പോൾ ആ കുട്ടിക്ക് എങ്ങനെ കൃഷ്ണാവബോധം കൊടുക്കാം എന്നാണ് ആര് വിചാരിച്ചു? ഈ സന്യാസി വിചാരിച്ചു. ആ സന്യാസി എന്ത് വിചാരിച്ചു? മായ പിടിക്കുമെന്ന് പേടിച്ചു. അപ്പോൾ ആരാണ് മായയിലിരിക്കുന്നത്? ഇദ്ദേഹം കൊച്ചിനെ മടിയിലിരുത്തിയിരുന്നാലും അദ്ദേഹം കൃഷ്ണാബോധത്തിൽ, കുട്ടിയും കൃഷ്ണാബോധത്തിൽ, അല്ലേ? ഒരു മാതാജിയുടെ അടുത്ത് പ്രീച്ച് ചെയ്യുമ്പോൾ അദ്ദേഹം വിചാരിക്കണം ഈ ജീവാത്മാവാണ് അവർ കാണുന്നത്, ഈ ജീവാത്മാവിനെ എങ്ങനെ കൃഷ്ണൻ്റെ അടുത്ത് എത്തിക്കാം എന്ന് ചിന്തിക്കും, അല്ലേ? അപ്പോൾ അവർ മായയിലാണോ? മറ്റേ ആൾ പോകുമ്പോൾ തന്നെ എന്ത് വിചാരിച്ചു? ഈ മാതാജിയുടെ സംസാരിച്ചാൽ ഞാൻ അവരുടെ ബാക്കിൽ പോയാലോ? അങ്ങനെ മായയിൽ തന്നെ ആയിപ്പോവും, അല്ലേ? അപ്പോൾ ആ ചിന്ത, കോൺഷ്യസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ചൈതന്യ മഹാപ്രഭു ഏറ്റവും ശ്രീമദ് ഭാഗവതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചരിതം ഏതാണെന്ന് പറഞ്ഞാൽ ധ്രുവ ചരിതം. ധ്രുവ മഹാരാജിൻ്റെ കഥ ചൈതന്യ മഹാപ്രഭു ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരുപാട് പ്രാവശ്യം ചൈതന്യ മഹാപ്രഭു എന്ത് വെച്ചാൽ ധ്രുവ മഹാരാജിൻ്റെ ചരിത്രം ഇങ്ങനെ തിരിച്ച് കേൾക്കും. എന്തുകൊണ്ട് എന്നാണ് വെച്ചാൽ ധ്രുവ മഹാരാജ് 5 വയസ്സായ കുട്ടിയുടെ ആ ഡിറ്റർമിനേഷൻ, ആ ദൃഢനിശ്ചയം, എങ്ങനെയാണ് ഒരു 5 വയസ്സായ കുട്ടിക്ക് ഇത്രയും ദൃഢനിശ്ചയം ഉണ്ടായിട്ട് ഭഗവത് സേവനം ഇങ്ങനെ ചെയ്തു?
അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്കും നമ്മളെപ്പോലെ ജീവാത്മാവിനും ഒരു ടീച്ചിങ്സ് തരാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു അത്രയും. ചൈതന്യ മഹാപ്രഭു ഭഗവാനാണ്. അദ്ദേഹത്തിന് തിരിച്ച് ഒരു ലീല കേട്ടിട്ട് കൃഷ്ണാവബോധം ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ എന്തിനാ ആ കൃഷ്ണാവബോധം ധ്രുവചരിത്രം തിരിച്ച് കേട്ടെന്ന് പറഞ്ഞാൽ ആ കൃഷ്ണഭക്തി നമ്മളെപ്പോലെയുള്ള ജീവാത്മാക്കൾ അത് കേട്ടിട്ട് പഠിക്കണം എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭുയുടെ ഉദ്ദേശമായിരുന്നു. അപ്പോൾ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ഇതിൽ പറയുന്നത് പോലെ ഭഗവാനെ ഏത് മാർഗത്തിലേ മനസ്സിലാക്കാൻ സാധിക്കൂ? ഭക്തി മാർഗത്തിലെ. ഇപ്പോൾ ഇതിൽ പറയാണ്, നാഹം പ്രകാശ സർവസ്യ യോഹമായ സമാവൃത മൂഢോയാം നാഭിജാനാദി ലോഹോമാം അജം അവ്യയം എന്ന് പറയുന്നുണ്ട്. നാഹം പ്രകാശം സർവസ്യ. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാവർക്കും പ്രകാശിക്കില്ല, എല്ലാവർക്കും എന്നെ കാണാൻ പറ്റില്ല. കാണാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടെ നിന്നാലും അല്ല, കൃഷ്ണൻ നേരിട്ടുണ്ടായിരുന്നു, കൃഷ്ണൻ്റെ ഫ്രണ്ടിൽ അർജുനൻ ഉണ്ടായിരുന്നു, പഞ്ചപാണ്ഡവന്മാരുണ്ടായിരുന്നു, ദുര്യോധനൻ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എത്ര പേര് കൃഷ്ണനെ പരമപുരുഷൻ എന്ന് മനസ്സിലാക്കി? മഹാഭാരതത്തിൽ എത്ര പേര് മനസ്സിലാക്കി? ദുര്യോധനൻ മനസ്സിലാക്കിയ? ഇല്ല. ദുര്യോധനൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കൃഷ്ണനെ പിടിച്ച് കെട്ടാൻ പറയില്ലായിരുന്നു. അപ്പോൾ ദുര്യോധനൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ദുര്യോധനൻ്റെ ഒപ്പം ആരുണ്ടായിരുന്നു? കൃഷ്ണൻ പ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര്, എണ്ണിപ്പറയാനുള്ള കുറച്ച് പേര് മാത്രമേ ഭഗവാൻ പരമപുരുഷൻ എന്ന് മനസ്സിലാക്കി. അങ്ങനെ ആരൊക്കെ മനസ്സിലാക്കി? പഞ്ചപാണ്ഡവർ മനസ്സിലാക്കി, ഭീഷ്മർ മനസ്സിലാക്കി, കുന്തിദേവി മനസ്സിലാക്കി, അല്ലേ? കുറച്ച് പേര് മാത്രമേ ഭഗവാൻ, വിതുരൻ മനസ്സിലാക്കി. അപ്പോൾ അവരുടെ അടുത്തെല്ലാം ഭഗവാനെ എങ്ങനെയായിരുന്നു അവരുടെ അടുത്തുള്ള ഇടപാട്? ഭയങ്കര സ്നേഹം. ഭഗവാൻ വിതുരൻ്റെ വീട്ടിൽ പോയിട്ട് വിതുരൻ്റെ പത്നി കൊടുത്ത തോലെല്ലാം കഴിച്ചു, പഴമെല്ലാം അവർ തറയിലിട്ടു. അപ്പോൾ ഭഗവാൻ എന്താ സ്വീകരിച്ചത്? അവരുടെ സ്നേഹം സ്വീകരിച്ചു, അല്ലേ? അപ്പോൾ ഭഗവാന്റെ അടുത്ത് എങ്ങനെയാണോ നമ്മൾ ഭക്തി ചെയ്യുന്നത് അതനുസരിച്ച് തന്നെയാണ് നമുക്ക് തിരിച്ച് കിട്ടും. ഏതാമാം പ്രപദ്യന്തെ താംസ്തദൈവ ഭജാമ്യഹം എന്ന് പറയും. നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ ഭജിക്കുന്നത് അതുപോലെ ബ്രഹ്മത്തിനെ ആലോചിച്ചാണ് ഭഗവാനെ ആരാധിച്ചാൽ അതുപോലെ ഭഗവാൻ കുറച്ച് നീക്കി നിർത്തി നമ്മളെടുത്ത് കാണും, അല്ലേ? ഭക്തനായിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനാണ് എല്ലാം എന്ന് പോയാലോ ഭഗവാൻ മൊത്തവും നമുക്ക് തരും, ഭഗവാൻ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണോ ഭഗവാൻ ഭജിക്കുന്നത് അതാണ് ചൈതന്യ മഹാപ്രഭുവിടെ എന്താ പറയുക വെച്ചാൽ, ആരുടെ കഥ പറയുന്നു? ഇവിടെ ധ്രുവ മഹാരാജിൻ്റെ ചരിത്രത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ധ്രുവ മഹാരാജ് യഥാർത്ഥത്തിൽ 5 വയസ്സ് കുട്ടി. ഉത്ഥാനപാതയുടെ പത്നി 2 പേരുണ്ട്, സുനീച്ചി, സുരീച്ചി ഉണ്ടായിരുന്നു. ഇവർ 2 പേരും 2 ഭാര്യയാണ്. മൂത്ത ഭാര്യയാണ് സുനീച്ചി. അപ്പോൾ അവർക്ക് ജനിച്ചതാണ് ആര്? ധ്രുവ മഹാരാജ്. ഉത്ഥാനപാതയ്ക്ക് ജനിച്ചത് ആരാണ്? ഉത്തമൻ എന്ന് പറയുന്ന കുട്ടി. പക്ഷേ ഈ രണ്ടാമത്തെ ഭാര്യ സുരീച്ചിയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ സ്വന്തം മക്കൾ, എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നത്, സ്വന്തം മക്കൾ അടുത്ത സിംഹാസനത്തിൽ ഇരിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഉത്ഥാനപാതയുടെ മടിയിൽ പോയിട്ട് ആരിയ്ക്കുകയാണ്? ഉത്തമൻ ഇരിക്കുമ്പോൾ ധ്രുവ മഹാരാജ് ആ കൊച്ചുകുട്ടിയല്ലേ, അച്ഛൻ്റെ മടിയിൽ ഒരു കുട്ടി ഇരിക്കുമ്പോൾ ഞാനും ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അതേ ആഗ്രഹത്തിൽ അങ്ങ് ഓടിപ്പോയതും അച്ഛനും അങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി പോയതും രണ്ടാം എന്ത് വെച്ചാൽ പിടിച്ച് തള്ളിക്കും. എന്താണ്? നിനക്ക് ഈ മടിയിലിരിക്കാനുള്ള അവകാശമൊന്നുമില്ല, അത് എൻ്റെ മകന് മാത്രം ഇരിക്കാനുള്ള സ്ഥലമാണ്. അഥവാ നിനക്ക് ഇരിക്കണമെങ്കിൽ നീ ഇനിയൊരു ജന്മം എൻ്റെ വയറ്റിൽ ഒന്ന് ജനിക്കണമെന്ന് പറയും. ആരുടെ അടുത്ത് പറയും? ധ്രുവ മഹാരാജിൻ്റെ അടുത്ത്. അപ്പോൾ ധ്രുവ മഹാരാജ് 5 വയസ്സ് കുട്ടിയാണ്. തള്ളി വിട്ടതും ഭയങ്കര ദേഷ്യമായിരുന്നു. ചുണ്ടൊക്കെ അങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ശരീരമൊക്കെ വിറച്ചിട്ട് ധ്രുവ മഹാരാജ് എന്തുകൊണ്ടാണ് അങ്ങനെ ആ കുട്ടിക്ക് അങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, ക്ഷത്രിയ കുട്ടിയാണ്. ക്ഷത്രിയന്മാർക്ക് ബൈ ബ്ലഡിൽ തന്നെ ഉണ്ടാകും ആ ക്ഷത്രിയ ക്വാളിറ്റി ഉണ്ടാകും, ഒന്നും വിട്ടുകൊടുക്കില്ല. എന്ത് പറഞ്ഞാലും ശരി. ഭീമൻ എങ്ങനെയാണ്? ഒന്നും വിട്ടുകൊടുക്കില്ല. ഭീമൻ്റെ ഫ്രണ്ടിൽ ശക്തി എന്ന് പറയുന്ന വെപ്പൺ നാരായണ അസ്ത്രം വിടും. നാരായണ അസ്ത്രം വിട്ടപ്പോൾ അർജുനൻ കൃഷ്ണൻ്റെ അടുത്ത് ഓടിപ്പോയിട്ട് പറയും, കൃഷ്ണ, നാരായണ അസ്ത്രമാണ് വിട്ടിരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കും കർണൻ വിട്ടപ്പോൾ. അപ്പോൾ കൃഷ്ണൻ പറയും, ഒരു രക്ഷയില്ല, നാരായണ അസ്ത്രം ആരെയാണോ എയിം ചെയ്ത് വിട്ടത് അവരെ കൊന്നിരിക്കും, വേറെ രക്ഷയില്ല എന്ന് പറയും. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്യട്ടെ? ഇമ്മീഡിയറ്റായിട്ട് ആ അസ്ത്രത്തിനെ ശരണം പ്രാപിക്കുന്നു പറയും. അപ്പോൾ അസ്ത്രം വരുമ്പോൾ അസ്ത്രത്തിനെ നമസ്കരിച്ച് കഴിഞ്ഞാൽ ആ അസ്ത്രം അറ്റാക്ക് ചെയ്യില്ല, സറണ്ടർ ചെയ്തില്ല, ഇനി അയാളെ കൊല്ലേണ്ട ആവശ്യമില്ല, അത് തിരിച്ചു പോകും. അപ്പോൾ 4 പേരും വീഴും, ഭീമൻ മാത്രം വീഴില്ല. ഭീമൻ മാത്രം ഇങ്ങനെ തന്നെ, ചത്താലും ശരി ഞാൻ വീഴില്ല. എന്തുകൊണ്ടാണ്? ക്ഷത്രിയൻ്റെ സ്പിരിറ്റാണ്. ചത്താലും ശരി ഞാൻ വീഴില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ കൃഷ്ണൻ ഉടനെ ഒറ്റ അടി കാലത്തിട്ട് അടിക്കും. അടിച്ചത് ഇമ്മീഡിയറ്റായിട്ട് കവിളിലടിച്ചും വീഴും. എന്തുകൊണ്ട്? കൃഷ്ണന് സ്നേഹമാണ് ഭീമൻ്റെ അടുത്ത്. കൃഷ്ണനും രക്ഷിക്കാൻ പറ്റില്ല, ഇതെല്ലാം ഓൾറെഡി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ഈ അസ്ത്രം വന്നാൽ കൊല്ലണം എന്ന് നിന്ന് കഴിഞ്ഞാൽ ആ അസ്ത്രം കൊല്ലും.
പക്ഷെ കൃഷ്ണൻ എങ്ങനെയാണ് രക്ഷിച്ചത്? ഒരു എന്താ പറയുക, അടി കൊടുത്തിട്ട് ബോധം കെട്ടി വീഴും അർജുനൻ, ഭീമൻ. അപ്പോൾ ഇതാണ് ക്ഷത്രിയൻ്റെ സ്പിരിറ്റ്. ഇതേപോലെ ധ്രുവ മഹാരാജ് ഇങ്ങനെ വിറച്ചിട്ട്, ചുണ്ടൊക്കെ ഇങ്ങനെ വിറച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ നേരെ കരഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് പോകും. അപ്പോൾ സുനീതി പറയും, അവർ പറഞ്ഞത് ശരിയാണ്, സുരീച്ചി അമ്മ പറഞ്ഞത് ശരിയാണ്, നീ അവരുടെ വയറ്റിൽ ഇനി ഒരു ജന്മം കൂടെ ജനിക്കണം, എങ്കിൽ മാത്രമേ നിനക്ക് ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ സാധിക്കൂ. അപ്പോൾ പറയും, അതെന്താ അങ്ങനെ എന്ന് ചോദിച്ച് ക്ഷത്രിയ കുട്ടിയാകൊണ്ട് തിരിച്ചു ചോദിച്ചു. അപ്പോൾ ഇനിയൊരു മാർഗമുണ്ട്, ഭഗവാൻ നാരായണനെ ശരണം പ്രാപിച്ചാൽ നിനക്കത് സാധിക്കും. അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് അതിനെന്ത് ചെയ്യണം? അതിന് കാട്ടിൽ പോകണം, കാട്ടിൽ പോയിട്ട് തപസ്സിരിക്കണം എന്ന് പറഞ്ഞു. ഇത്രയേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. തപസ് ഭയങ്കര പ്രയാസമാണ്, അമ്മ പറയണം, ഭയങ്കര പ്രയാസമാണ് തപസ്, ഒറ്റക്കാലിൽ തപസ് ചെയ്യണം. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇറങ്ങിയിട്ട് നേരെ ഇവിടെ പോയി കാട്ടിൽ പോയി. കാട്ടിൽ പോകുന്ന വഴിക്ക് ഇതാണ് ഒരു ഹൃദയത്തിൽ നമുക്ക് ഡിവോഷൻ വേണം, കൃഷ്ണനെ കിട്ടണം, ഒരാഗ്രഹം ഭഗവാനെ അന്വേഷിച്ച് പോയാൽ ഇമ്മീഡിയറ്റായിട്ട് ഭഗവാൻ എന്ത് ചെയ്യും? അതിനുള്ള മാർഗം കാണിച്ചു തരും. അപ്പോൾ ധ്രുവ മഹാരാജ് എവിടെ പോയി? കാട്ടിൽ പോയി. കൊടും കാടാണ്, ഒരുപാട് മൃഗങ്ങളുണ്ട്. അപ്പോൾ അവിടെ നാരദമുനി പ്രത്യക്ഷമായി. എന്തുകൊണ്ടാണ് നാരദമുനി പ്രത്യക്ഷമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ ആഗ്രഹം എന്താണ്? അമ്മ പറഞ്ഞു ആരുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു? ഭഗവാന്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയാൽ ആഗ്രഹം നടക്കും. കുട്ടിക്ക് വേറെ ഒന്നുമില്ല, ഭഗവാന്റെ അടുത്ത് പോയാൽ എന്ത് നടക്കും? ആഗ്രഹം, മനസ്സിലുള്ള ആഗ്രഹം നടക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഭഗവാനെ കാണണം, മോക്ഷം കിട്ടണമെന്നൊന്നുമല്ല പോയത് എന്തിനാണ് പോയത്? അച്ഛൻ്റെ മടിയിരിക്കണം അല്ലേ? അച്ഛനേക്കാൾ എന്നെ നാണം കെടുത്തിയതുകൊണ്ട് ഇതിനേക്കാളും വലിയ ആളായി കാണിക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. എന്നിട്ട് പോയി കാട്ടിൽ പോയപ്പോൾ നാരദമുനി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അയ്യോ നീ ചെറിയ കുട്ടി, എന്തിനാ കാട്ടിൽ വന്നിരിക്കുന്നത്? എന്തിനാ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? അത് ഞാൻ ഭഗവാനെ തപസ് ചെയ്യാൻ പോകും, നാരായണൻ്റെ തപസ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്കതിന് തപസ് അറിയാമോ? എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയും, അതുമാത്രമല്ല, ഇവിടെ ഒരിക്കലും നിനക്ക് തപസ് ചെയ്യാൻ പറ്റില്ല, വലിയ വലിയ മൃഗങ്ങളൊക്കെ വരും, അതൊക്കെ കൊന്ന് തിന്നിട്ട് പോകും, നീ ഇവിടെ നിൽക്കരുത്. ഇല്ല, ക്ഷത്രിയ കുട്ടി, അതുകൊണ്ട് പേടി എന്ന് പറഞ്ഞ സാധനമില്ല. ഇല്ല, എന്ത് വന്നാലും ശരി, ഞാൻ എന്ത് ചെയ്യും, ഭഗവാനെ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരി, എന്തായാലും പേടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരുപാട് ഋഷിമാരും മുനിമാരും അവരെല്ലാം വന്നിട്ട് എന്താ ചെയ്തത്? തപസ് ചെയ്ത് ഫൈനലി അവർ തോറ്റുപോയി. കാരണം അവരൊക്കെ ഫാൾ ഡൗൺ ആവും. മുനിമാരും ഋഷിമാരും മേനക വന്നാൽ പോയി, രംഭ വന്നാൽ പോയി, അവരൊക്കെ തപസ്സൊക്കെ പോയി. അതുകൊണ്ട് പറയാണ്, അതുകൊണ്ട് അവരൊക്കെ പലതും വീണ് പോയിട്ടുണ്ട്, അതുകൊണ്ട് നീ വീട്ടിൽ പോകുന്നതാണ് നല്ലത്. ഒരു രക്ഷയില്ല. ഇല്ല, എൻ്റെ തീരുമാനം എന്താണ്? ഞാൻ വീട്ടിൽ തിരിച്ചു പോവില്ല, ഞാൻ എന്ത് തന്നെ ചെയ്യും, ഭഗവാനെ തപസ് അനുഷ്ഠിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറയണം. അപ്പോൾ അത് ഒട്ടും വിട്ടുകൊടുക്കുന്ന ലക്ഷണമേ ഇല്ല. അപ്പം നാരദമുനി എല്ലാ അഡ്വൈസും കൊടുത്തപ്പോൾ പറഞ്ഞു, അങ്ങയുടെ അഡ്വൈസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആരുടെ അടുത്ത് പറയണേ? നാരദമുനിയുടെ അടുത്ത്. അപ്പോൾ നാരദമുനി ചിരിച്ചിട്ടേ പറയും, നിൻ്റെ തീരുമാനം വളരെ നല്ലതാണ്, ശരിക്കും ഇത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ മന്ത്രം തരാം, മന്ത്രോപദേശം തരാം എന്ന് പറഞ്ഞിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി ഈ മന്ത്രവും ജപിച്ചുകൊണ്ട് 7 ദിവസം അല്ലേ, ഓരോ ദിവസം ആകുമ്പോൾ എന്താ വെച്ചാൽ ഒരാഴ്ചയാകുമ്പോൾ എന്താ വെച്ചാൽ ആദ്യത്തെ ആഴ്ച ഫുഡെല്ലാം നിർത്തി. അപ്പോൾ രണ്ടാമത്തെ ആഴ്ച ആകുമ്പോൾ ഉണങ്ങിയ ഇലയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തെ ആഴ്ച ആയപ്പോൾ ഉണങ്ങിയ ഇലയില്ല, വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കും, അതും വിട്ടു. ഇങ്ങനെ ഓരോന്നായിട്ട് ഉപേക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഫൈനലി എന്താണ്? കാറ്റ് മാത്രം കുടിച്ചുകൊണ്ടിരിക്കും. കാറ്റ് മാത്രം കുടിച്ച് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? പക്ഷേ ആ കുട്ടി ആധ്യാത്മിക ശക്തി, നാരദമുനിയുടെ അനുഗ്രഹം കൊണ്ട് കാറ്റ് മാത്രം എടുത്തുകൊണ്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ദേവന്മാരെല്ലാവരും പേടിച്ചു. എന്താണ് ഇതിൻ്റെ ചെയ്യുന്ന തപസ്സിൻ്റെ എഫക്റ്റ് എവിടെയൊക്കെ കിട്ടി തുടങ്ങി? മറ്റ് ലോകങ്ങളിലൊക്കെ, ഉപരിലോകങ്ങളിലൊക്കെ അതിൻ്റെ തപസ് എടുത്തു തുടങ്ങി. അവസാനത്തെ ആഴ്ച ആയപ്പോൾ കാറ്റും അകത്തെടുക്കുന്നത് നിർത്തി. ഇത് എത്ര വയസ്സ് കുട്ടിയാണ് ചെയ്യുന്നത്? 5 വയസ്സ് കുട്ടി. നമ്മൾ ഏകാദശി വ്രതം എടുക്കും, ചിലർ നിർജ്ജല വ്രതം എടുക്കും, നന്നായിട്ട് നിർജ്ജല വ്രതം എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ബാക്കി ഒരാൾ വന്നിട്ട് പറയും, നിർജ്ജലം ഭയങ്കര പ്രയാസമാണ് കേട്ടോ, അത് എടുക്കണ്ട, ചെറിയ പ്രായത്തിലൊക്കെ എടുത്ത് അസുഖങ്ങളൊക്കെ വരുത്തി വെക്കണ്ട, ആവശ്യത്തിന് എടുത്താൽ മതി. ചിലരുടെ ഉപദേശം ഇങ്ങനെയായിരിക്കും, ആവശ്യത്തിന് എടുത്താൽ മതി, എന്തെങ്കിലും കുറച്ച് കഴിച്ചിട്ട് എടുത്താൽ മതി. നന്നായിട്ട് ഒരാൾ ഫാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ, തപസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡിസ്കറേജ് ചെയ്യാൻ പാടില്ല യഥാർത്ഥത്തിൽ. പക്ഷെ പലപ്പോഴും ഡിവോട്ടി എന്താ ചെയ്യുന്നത്? എന്നിട്ട് പറയും, അതിനാവശ്യമില്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എടുത്താൽ മതി, പിന്നീട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വരും, പിന്നെ സേവനം ചെയ്യാൻ പറ്റാതെ ആയിപ്പോകും എന്നെല്ലാം ഉപദേശം തരും ചില ഡിവോട്ടീസ് അങ്ങനെ. അപ്പോൾ ഇവർ വിചാരിക്കും, രക്ഷപ്പെട്ടു, എന്തായാലും ഞാൻ നേരെ എടുത്തുകൊണ്ടിരുന്നതാണ്, പക്ഷെ ആ സീനിയർ ഡിവോട്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ കേട്ടു എന്ന് പറയും.
പക്ഷെ ധ്രുവ മഹാരാജ് എന്താ ചെയ്തത്? വലിയ ഗ്രേറ്റ് ഋഷിയായിട്ട് നാരദമുനി പറഞ്ഞിട്ട് പോലും കേട്ടില്ല. എന്തുകൊണ്ട്? എനിക്ക് ഭഗവാനിൽ എത്തിപ്പെടണം, ഭഗവാനെ നേരിട്ട് കാണണം, ഭഗവാന്റെ അനുഗ്രഹം കിട്ടണം. അതാണ് ധ്രുവ മഹാരാജിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് വിട്ടേ കൊടുത്തില്ല, തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോൾ എന്താണ്? അപ്പോൾ നാരദമുനി പറഞ്ഞു, നീ ഇവിടെ ഇരിക്കണ്ട, ഇവിടെ ഈ കാട്ടിലിരുന്ന് തപസ് ചെയ്യേണ്ട, മധുവനത്തിൽ പോയിക്കോ. വൃന്ദാവനം 12 വനങ്ങളിൽ ഒരു വനം, പ്രത്യേകിച്ച് സ്പെഷ്യൽ പ്ലേസിൽ പറഞ്ഞു വിടും. അതാണ് ഇത്. ഗുരുവിൽ കൂടെ നമ്മളൊരു തപസ് ചെയ്താൽ, ഈവൻ നമ്മളൊരു ഏകാദശി നേരെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളറിയാതെ നമുക്കൊരു അഹങ്കാരം ഉണ്ടാകും. ഞാനിപ്പോൾ പെർഫെക്റ്റായിട്ട് ഏകാദശി എടുത്തു തുടങ്ങി. ഒരു ഏകാദശി മുടങ്ങിയിട്ടില്ല, എല്ലാം കൃത്യമായിട്ട് എടുക്കും. അടുത്ത ഏകാദശി മുടങ്ങിയിരിക്കും, ഉറപ്പാണ്, ഡൗട്ടേ വേണ്ട അല്ലേ? ആരെങ്കിലും കൊണ്ട് ഒരു വട തരും, ടപാ പ്രഭു പ്രസാദമാണെന്ന് പറഞ്ഞ് തരും, അപ്പം കഴിയും. അതോടി തീർന്നു, ഏകാദശി തീർന്നു. നന്നായിട്ട് ജപിച്ചുകൊണ്ടിരിക്കും നമ്മൾ. അപ്പോൾ നമുക്ക് തന്നെ ഒരു അഹങ്കാരം തോന്നും. എന്താണ്? ഞാനിപ്പോൾ കൃത്യമായിട്ട് എണീറ്റ് നന്നായിട്ട് നാമം ജപിക്കും. 3-ാമത്തെ ദിവസം തീർന്നു, ജപം തീർന്നു. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന തപസ്സായി എന്നാൽ പോലും ഗുരുവിടെ ഫ്രണ്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം. ഏകാദശി കൃത്യമായിട്ട് എടുത്താൽ അടുത്ത ദിവസം രാവിലെ പ്രാർത്ഥിക്കണം, ഗുരുവിടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഏകാദശി എടുക്കാൻ സാധിച്ചു. എടുക്കുന്നതിന് മുമ്പ് എന്ത് പ്രാർത്ഥിക്കണം? ഇന്ന് ഏകാദശി നന്നായിട്ട് എടുക്കാൻ സാധിക്കണം. നമ്മൾ വിചാരിക്കും ചെറിയ നിസ്സാര ഒരു വ്രതമാണെന്ന് വിചാരിക്കും. ഈ വ്രതം നമ്മുടെ ജന്മജന്മാന്തരമുള്ള പാവം കളയാനുള്ള ഒരു മാർഗമാണ്. പക്ഷേ ഈ മാർഗം ഭഗവാന്റെ ആശ്രയിക്കാതെ, ഗുരുവിനെ ആശ്രയിക്കാതെ എൻ്റെ മിടുക്കാണെന്ന് വിചാരിച്ചാൽ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യത, എല്ലാം ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ തീർന്നു അല്ലേ? ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നടക്കുന്നു എന്നുള്ള ചിന്ത നമുക്ക് വേണമെന്നാണ്. അപ്പോൾ ഇങ്ങനെ നാരദമുനി എത്ര ഡിസ്കറേജ് ചെയ്തിട്ടും എന്ത് സംഭവിച്ചില്ല? ഒന്നുമേ സംഭവിച്ചില്ല. അപ്പോൾ അതേപോലെ ധ്രുവ മഹാരാജിന് എങ്ങനെയാണ് ഈ ഒരു നോളജ് കിട്ടിയത്? നമ്മൾ എത്രയോ വർഷം ഭഗവത്ഗീത ക്ലാസ്സിന് വരുന്നുണ്ട് അല്ലേ? എത്രയോ ക്ലാസ് കേട്ടു പഠിച്ചു, എന്നിട്ടും ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകണം, ഭൗതികമായിട്ടുള്ള വിഷയമല്ല വലുത് എന്ന് നമുക്ക് തോന്നുന്നില്ല. നമ്മൾ അതും വേണം ഇതും വേണം അല്ലേ? അയ്യോ, കുടുംബം നോക്കണ്ടേ പ്രഭു? കുടുംബം നോക്കാതെ എങ്ങനെയാണ് നമ്മൾ ഡിവോഷണൽ സർവീസ് ചെയ്യും? കുടുംബം നോക്കേണ്ടത് കുടുംബം നോക്കി തന്നെ ചെയ്യണം. പിന്നെ നമ്മൾ എന്തും ചെയ്തോളണം? കുടുംബം നോക്കിയാൽ കുടുംബം നോക്കിയിട്ട് ഇവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഭഗവാന്റെ അടുത്ത് പോകണമെങ്കിൽ ഉത്തരത്തിൽ നിന്ന് എടുക്കുകയും വേണം, വീഴാനും പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. എന്താണ്? ഒന്ന് വിട്ടിട്ട് ഒന്ന് ശ്രമിച്ചാൽ, അപ്പോൾ ഇവിടെ വിടാനുള്ള ശ്രമം എടുത്തുകൊണ്ടേ ഇരിക്കണം, അങ്ങോട്ട് പോകാൻ ശ്രമിക്കണം. രണ്ടും വേണം എന്ന് പറഞ്ഞാൽ തിരിച്ച് ഏതിലാണോ കൂടുതൽ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ജനിക്കേണ്ടി വരും. ആധ്യാത്മികത്തിന് കൂടുതൽ താല്പര്യം, പക്ഷെ ഭൗതികം വിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ ആധ്യാത്മികമായിട്ട് ചാൻസ് കൂടുതൽ കിട്ടും. ഭൗതികമായിട്ട് കൂടുതൽ താല്പര്യം, കുറച്ച് ആധ്യാത്മികമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ നല്ല കുടുംബം, ഫെസിലിറ്റീസ് എല്ലാം കിട്ടും, കുറച്ച് ആധ്യാത്മികം കിട്ടും. പക്ഷേ രണ്ടും വിട്ടിട്ട് ഭഗവാന്റെ അടുത്ത് പോകണമെന്ന് ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യും? ഭഗവാൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നതുകൊണ്ട് ഭഗവാന്റെ ലോകത്ത് കയറ്റും. കാരണം അവിടെ പോയിട്ട് ബെസ്റ്റ് പ്ലേസിലാണ് പോകുന്നത്. നമ്മൾ ഒരു തരത്തിലും പേടിക്കാനില്ല, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അല്ലേ? ബെസ്റ്റായിട്ടൊരു പ്രൊട്ടക്ടർ ഉണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണം? പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അപ്പോൾ ഈ ഇൻ്റലിജൻറ്റ് ധ്രുവ മഹാരാജിന് എങ്ങനെ കിട്ടി? ധ്രുവ മഹാരാജ് എവിടെ പോയി പഠിച്ചു? ഏത് ഗുരുകുലത്തിൽ പഠിച്ചു? ഇതുവരെയും ഗുരുകുലത്തിൽ പോകാനുള്ള വയസ്സായിട്ടില്ല. 5 വയസ്സായുള്ളൂ, ഗുരുകുലത്തിൽ ചേർത്തിട്ടില്ല. 5 വയസ്സിന് ശേഷമാണ് എവിടെ ചേർക്കുന്നത്? ഗുരുകുലത്തിൽ ചേർക്കുന്നത്. അപ്പോൾ ധ്രുവ മഹാരാജ് അവിടെ പോയിട്ടില്ല, ഭഗവത്ഗീത പഠിച്ചില്ല, ശ്രീമദ് ഭാഗവതം പഠിച്ചില്ല, ഒന്നും പഠിച്ചില്ല. പക്ഷെ ധ്രുവ മഹാരാജ് ടോപ്പ് മോസ്റ്റ് നോളജ് മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കി? ഒരു സ്കൂളിലും കോളേജിലും പഠിച്ചില്ല. എങ്ങനെ മനസ്സിലാക്കി? ഗുരു നാരദമുനിയുടെ അനുഗ്രഹം. നാരദമുനി അനുഗ്രഹിച്ചതുകൊണ്ട്, ആധ്യാത്മിക ഗുരുവിനെ കിട്ടിയത് കൊണ്ടാണ് ധ്രുവ മഹാരാജിന് ആരെ കിട്ടി? കൃഷ്ണനെ കിട്ടിയത് അല്ലേ? അപ്പോൾ ആധ്യാത്മിക ഗുരുവിനെ കിട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഓരോരുത്തരും നമ്മൾ വിചാരിക്കരുത് ഇനിയും നമ്മൾ 100 വർഷം ജീവിച്ചിരിക്കും, പതുക്കെ ദീക്ഷയൊക്കെ എടുക്കാം, പതുക്കെ കൃഷ്ണൻ്റെ അടുത്ത് പോകാം. ഒരു ഗ്യാരണ്ടിയില്ല, പോണ പോക്കിൽ തീർന്നു പോകും അല്ലേ? എപ്പോൾ തീരുന്നൊന്നും ആർക്കും അറിയില്ല. ഒരു ഗ്യാരണ്ടിയില്ല. ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ലൈഫിൽ നമ്മൾ ഭഗവാനെ ഗുരുവിനെ സ്വീകരിക്കണോ വേണ്ടയോ? ഒരാൾ ആധ്യാത്മികത്തിൽ വന്നാൽ ഒരുപാട് കാലം ഗുരുവിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ചാടിക്കയറി ഉടനെ ദീക്ഷ എടുക്കരുത്. രണ്ടും ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം? കുറച്ച് കാലം ഇരുന്നിട്ട് പഠിക്കുക, ദീക്ഷ എടുക്കാനുള്ള ദീക്ഷയ്ക്ക് വേണ്ടി ബാക്കിൽ നടക്കണം. പ്രഭു തരൂ, പ്രഭു ദീക്ഷ തരൂ, പ്രഭു ഇല്ല നിങ്ങൾക്ക് വേണ്ട, തരൂ പ്രഭു പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അതിനെന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ട് അവരുടെ ബാക്കിൽ നടന്ന് നമ്മൾ എന്ത് ചെയ്യണം?
ദീക്ഷ ചോദിച്ച് മേടിക്കണം, അല്ലേ? അപ്പോൾ എന്ത് ഡിസ്കറേജ് ചെയ്തിരുന്നാലും ശരി തന്നെ നമ്മൾ വിടാൻ പാടില്ല. വിടാതെ എന്ത് നേടണം? ആ ദീക്ഷ. കാരണം നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകണം. ഒരു ലൈഫ്, പ്രഭുപാദ് പറയുന്നു, ഇനിയൊരു ലൈഫിന് വേണ്ടി കാത്തിരിക്കണ്ട, ഈ ലൈഫ് തന്നെ മതി നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാനായിട്ട്, അല്ലേ? ഈ ഒരു ലൈഫ് തന്നെ നമുക്ക് മതി എന്ന് പറയും. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ധ്രുവ മഹാരാജ് എവിടെയും പഠിച്ചില്ല. പക്ഷേ ധ്രുവ മഹാരാജിൻ്റെ ആരുടെ അനുഗ്രഹം കിട്ടി? ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം കിട്ടി എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന അതിൻ്റെ ഫിലോസഫി, നമ്മളെപ്പോഴും മായാലോകത്തിലിരിക്കുന്നത് കൊണ്ട് മായയുടെ അടുത്താണ് ഇരിക്കുന്നത്. മായ ഇങ്ങനെ നമ്മളെ വിടാതെ വെച്ചിരിക്കുകയാണ്. നമ്മൾ മായയിൽ കിടന്ന് ഉറങ്ങുകയാണ്, മായയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. ജീവ് ജാഹോ ഗൗരാചാന്തെ പോലെ ഭക്തിവിനോദ ഠാക്കൂർ മഹാരാജ് പറയാണ്, നിങ്ങളെല്ലാം മായയുടെ മടിയിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എണീക്കൂ ഗൗരംഗ മഹാപ്രഭുയുടെ നാമം ജപിക്കൂ എന്ന് പറയുകയാണ്, അല്ലേ? പ്രഭുപാദ് ഒരാളുടെ അടുത്ത് വന്നിട്ട്, ഒരു ഡിസൈപ്പിൾ പ്രഭുപാദിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, പ്രഭുപാദ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മായയിലായി പോകും പ്രഭുപാദ്. അപ്പോൾ പ്രഭുപാദ്, ഇല്ല നീ എപ്പോഴും മായയിൽ തന്നെയാണ്, ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണാവബോധത്തിൽ വരുന്നതേ ഉള്ളൂ എന്ന് പറയും. പക്ഷേ നമ്മൾ വിചാരിച്ചിരിക്കുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് മായയിൽ പോകുന്നു എന്ന്. അല്ല, യഥാർത്ഥത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണാവബോധത്തിൽ വരുന്നതേ ഉള്ളൂ. മുഴുവൻ ടൈമിൽ ഏതിലായിരിക്കുന്നത്? മായയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സീരിയസ് ആയിട്ട്, സിൻസിയറായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ സീരിയസ് ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു സത്സംഗം ഉണ്ടെങ്കിൽ ഒന്നും മുടക്കരുത്, ഒരു ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ മുടക്കരുത്, വന്നിരിക്കണം. എന്ത് ത്യാഗം ചെയ്തിട്ട് ആ ഫെസ്റ്റിവലിൽ വന്നിരിക്കണം. ഇനി ചെയ്യുന്ന നാമജപം സീരിയസ് ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെയിലി ചെയ്യണം. ഡെയിലി കൃത്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്യണം. സിൻസിയറായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്നുണ്ട് സീരിയസ് ആയിട്ട്, പക്ഷെ അത് സിൻസിയർ ആയിരിക്കും. അപ്പോൾ ജപിക്കുന്ന ജപത്തിൽ കോൺഷ്യസ് ആയിട്ട് ഭഗവാനെ ഓർത്തുകൊണ്ട് അത് ജപിക്കാൻ ശ്രമിക്കുക. വായിക്കുമ്പോൾ അത് പഠിക്കണം എന്ന് നോട്ടെടുക്കുക. ഒരു പാരഗ്രാഫ് വായിക്കാൻ പറഞ്ഞു ഡെയിലി, അത് സിൻസിയറാണ്, ഡെയിലി സീരിയസ് ആണ്, ഡെയിലി വായിക്കുന്നുണ്ട്, നമ്മൾ സീരിയസ് ആയിട്ട് വായിക്കുന്നുണ്ട്. പക്ഷെ സിൻസിയാരിറ്റി എന്ന് പറയുമ്പോൾ അതിൽ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാക്കണം, എനിക്ക് മനസ്സിലാക്കിയിട്ട് എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, പഠിക്കാൻ പറ്റണം എന്നുള്ള സിൻസിയാരിറ്റി. അപ്പോൾ നമ്മളെന്താ, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഡിവോഷൻ നമ്മളായിട്ട് പോകും. അല്ലെങ്കിൽ നമ്മളറിയാതെ, നമ്മൾ ഈ ഫാന് പോലെയാണ്, ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫാന് 1-ൽ കറങ്ങുമ്പോൾ ഓഫ് ചെയ്താൽ പെട്ടെന്ന് നിൽക്കും, 4-ൽ കറങ്ങുമ്പോൾ ഓഫ് ചെയ്താൽ കുറച്ച് ടൈം എടുക്കും, 5-ൽ കറങ്ങുമ്പോൾ നിർത്തിയാൽ കുറച്ചുകൂടി ടൈം എടുക്കും. ഇതുപോലെയാണ് നമ്മൾ സീരിയസ്നെസ് പോയാൽ നമ്മൾ പതുക്കെ ആ ഒരു ടേസ്റ്റ് പോകും, രുചി പോകും. അപ്പോൾ സീരിയസ് ആയിട്ട് ചെയ്താൽ ആ ടേസ്റ്റ് കൂടും. ടേസ്റ്റ് കൂടിയാൽ ഒരുപാട് ഫുഡ് കഴിക്കാം, അല്ലേ? ടേസ്റ്റ് കുറഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. അതുപോലെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കൃഷ്ണാബോധം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ടേസ്റ്റ് ഇല്ലാത്ത ആളുടെ പ്രാക്ടീസ് എങ്ങനെ ഉണ്ടാകും? മടിച്ച് കാരണം ഈ ഇഷ്ടമില്ലാത്ത ഫുഡ് നമ്മൾ കഴിക്കില്ല, കുറച്ചേ കഴിക്കത്തുള്ളൂ. ഇഷ്ടമുള്ളതാണെങ്കിൽ കുറച്ച് കൂടുതൽ കഴിക്കും. അതുപോലെ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ ധ്രുവ മഹാരാജിന് ഇങ്ങനെയൊക്കെ ആയി, ഭഗവാനെ നേരിട്ട് കണ്ടു. ഭഗവാനെ കണ്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഗുരുയുടെ അനുഗ്രഹം കൊണ്ട് ഭഗവാനെ കാണാൻ പറ്റിയതും ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യും വെച്ചാൽ, ദർശനം കൊടുത്തപ്പോൾ ധ്രുവ മഹാരാജ് നമസ്കരിക്കണം. പക്ഷെ നമസ്കരിക്കാൻ അറിഞ്ഞൂടാ, 5 വയസ്സ് കുട്ടിയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. ഭഗവാനെ കണ്ടതും ഗ്ലോറിഫൈ ചെയ്ത് പാടാൻ അറിഞ്ഞൂടാ. 5 വയസ്സ് കുട്ടിക്ക് എങ്ങനെ അറിയാം? ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്ത് കവിത എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല, അറിയില്ല, ഒന്നും അറിയില്ല. അപ്പം ധ്രുവ മഹാരാജിന് ഇതൊക്കെ ചെയ്യണമെന്നുണ്ട്, മനസ്സിനകത്ത് ഇതെല്ലാം ആഗ്രഹമുണ്ട്, ഇതൊന്നും അറിയുന്നില്ല. പലപ്പോഴും നമുക്കങ്ങനെയാണ്, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്ത് ഒന്നും പറയാൻ അറിയില്ല. അപ്പോൾ ഒരിക്കൽ രാധാനാഥ് മഹാരാജിൻ്റെ അടുത്ത് ഒരു ഡിവോട്ടി ക്ലാസ് എടുത്തപ്പോൾ രാധാനാഥ് മഹാരാജ് പറയുന്നു, ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കണം, കരയണം. ഭഗവാനെ എനിക്ക് ഭക്തിയുത സേവനം എന്നും തരണമേ എന്ന് പറഞ്ഞ് കരയണം. കരഞ്ഞാൽ ഭഗവാൻ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഡിവോട്ടി ചോദിച്ചു, മഹാരാജ് എനിക്ക് കരയാൻ അറിഞ്ഞുകൂടാ മഹാരാജ്. അപ്പോൾ പറഞ്ഞു, കരയാൻ അറിയില്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് പോയിരുന്ന് കരയണം, എനിക്ക് കരയാൻ പോലും അറിയുന്നില്ല ഭഗവാനെ എന്ന് പറഞ്ഞു. അതുപോലെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട്, ധ്രുവ മഹാരാജിന് അറിയുന്നില്ല എങ്ങനെ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോൾ ഭഗവാൻ അത് മനസ്സിലായി. ഭഗവാൻ എവിടെയായിരിക്കുന്നത്? ഹൃദയത്തിലിരിക്കുന്നത് കൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് ധ്രുവ മഹാരാജിൻ്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലായി. ഇമ്മീഡിയറ്റായിട്ട് ശംഖ് കൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. ആരുടെ തലയിൽ വെച്ചു? ധ്രുവ മഹാരാജ്. ഇമ്മീഡിയറ്റായിട്ട് ധ്രുവ മഹാരാജ് അങ്ങ് പാടിത്തുടങ്ങി. അതാണ് ധ്രുവ പ്രേയേഴ്സ്, പ്രാർത്ഥന. അപ്പോൾ ധ്രുവ മഹാരാജ് അതെങ്ങനെയാണ് പ്രാർത്ഥന? അത് ഭഗവാൻ കൊടുത്തതാണ്. പ്രഭുപാദ് ബുക്ക് എഴുതുമ്പോൾ, പ്രഭുപാദ് ബുക്ക് എഴുതി കഴിഞ്ഞിട്ട് പിന്നീട് പ്രഭുപാദ് ഇരുന്ന് ഇങ്ങനെ വായിക്കും, സ്വന്തം ബുക്ക് വായിച്ച് ഇങ്ങനെ രസിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിരിക്കും പ്രഭുപാദ്. അപ്പോൾ ഡിവോട്ടി ഒന്ന് നോക്കിയപ്പോൾ പ്രഭുപാദിൻ്റെ സെയിം ഭാഗം അതേ വായിച്ചിട്ട് പ്രഭുപാദ് ചിരിക്കുന്നു. പ്രഭുപാദല്ലേ ഇത് എഴുതിയത്, പിന്നെന്തിനാണ് പ്രഭുപാദ് ചിരിക്കുന്നത്? അപ്പോൾ പ്രഭുപാദ് പറയും, ഇത് ഞാൻ എഴുതിയതല്ല, ഭഗവാൻ എഴുതിയതാണ്. ഭഗവാൻ പറയുന്നു, ഞാൻ എഴുതുന്നു.
കാരണം പ്രഭുപാദ് ഒരു ലെക്ചറിലും പ്രഭുപാദിൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ സോറി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് പറയില്ല, എവിടെയും കേൾക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മൾ പലതും സംസാരിക്കുമ്പോൾ സോറി അതല്ല തെറ്റിപ്പോയി, സോറി അതല്ല എന്ന് പറയും അല്ലേ. പക്ഷെ പ്രഭുപാദിൻ്റെ വാക്കുകളെല്ലാം ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വരുന്നുണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വരുന്ന വാക്കുകളാണ്. അതുകൊണ്ട് അതിനത്രയും ശക്തിയുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ആ അനുഗ്രഹം ആരാ കൊടുത്തത്? ഭഗവാൻ തന്നെ ആർക്ക് കൊടുത്തു? ധ്രുവ മഹാരാജ്. അതുകൊണ്ടാണ് ധ്രുവ മഹാരാജിനെ അങ്ങനെ ചെയ്യാൻ പറ്റി. എന്നിട്ട് ഭഗവാൻ ഒരു അനുഗ്രഹം കൊടുത്തു, നിനക്ക് ഈ പ്ലാനറ്റ് ധ്രുവ നക്ഷത്രം നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു. ധ്രുവ നക്ഷത്രം എന്ന് പറഞ്ഞാൽ മറ്റ് എല്ലാ നക്ഷത്രത്തിനേക്കാളും ഏറ്റവും ഉപരിയായിട്ടിരിക്കുന്ന നക്ഷത്രമാണ്. ബാക്കി എല്ലാ നക്ഷത്രവും ധ്രുവ നക്ഷത്രത്തിനെ എന്താണ് പിവോട്ട് പോലെ വെച്ചിട്ട് അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻറ്റ്. അപ്പം വിശ്വനാഥ ചക്രവർത്തി ടാക്കൂർ പറയുന്നു, ഈ ധ്രുവ നക്ഷത്രം എന്ന് പറയുന്നത് എന്താ പറയുക, മധുരാധാമം, ദ്വാരകാധാമം, ശ്വേതദ്വീപം പോലെ അത്രയും ഉന്നതമായ സ്ഥലമാണ്. ഈ മറ്റ് എല്ലാ ഗ്രഹങ്ങളും നശിച്ചു പോയാലും ധ്രുവ നക്ഷത്രം അപ്പോഴും അവിടെ ഉണ്ടാകും എന്ന് പറയും. അപ്പോൾ ധ്രുവ നക്ഷത്രത്തിൽ നിന്ന് അടുത്തത് വേണമെങ്കിൽ എവിടെ പോകാം? ധ്രുവ മഹാരാജ് അവിടെ നിന്ന് നേരെ ഭഗവാന്റെ ലോകത്തേക്ക് അവിടെ നിന്ന് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഗ്രേറ്റായ ഒരു അനുഗ്രഹമാണ് ആര് കൊടുത്തത്? എന്നിട്ട് ഇത്രയും നക്ഷത്രം ഇതെല്ലാം ഈ രാജ്യം കിട്ടിയിട്ട് ധ്രുവ മഹാരാജിന് ഭയങ്കര ഒരു വിഷമം. എന്താ വിഷമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹരേ കൃഷ്ണ, എന്താ വിഷമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഭഗവാനെ കണ്ടോടെ നമുക്ക് എന്തുണ്ടാവും? സന്തോഷം ഉണ്ടായി. പ്രാർത്ഥന, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പ്രാർത്ഥന ചെയ്യാൻ പറ്റി. നമ്മൾ ആഗ്രഹിച്ചത് ആര് തന്നു? ഭഗവാൻ തന്നു. എന്താണ് ആഗ്രഹിച്ചത് ധ്രുവ മഹാരാജ്? അച്ഛൻ്റെ മടിയിരിക്കണം, അതായത് അച്ഛനേക്കാളും വലിയവനാവണം. അപ്പോൾ അച്ഛൻ സാധാരണ ഭൂമിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മകനിപ്പോൾ എവിടെ ഭരിക്കാനുള്ള അവസരം കിട്ടി? വൈകുണ്ഠലോകം ഭരിക്കാൻ. വൈകുണ്ഠലോകവും ധ്രുവലോകത്തിനും വ്യത്യാസമില്ല. ആ ലോകം ഭരിക്കാനുള്ള ഒരു ലോകം കൊടുത്തു. അപ്പോൾ സന്തോഷിക്കണോ വേണ്ടയോ? പക്ഷെ ധ്രുവ മഹാരാജിന് ഭയങ്കര വിഷമമായി. എന്താണ് വിഷമം ചോദിച്ചാൽ, ഭഗവാനെ കണ്ടിട്ട് ഞാൻ എന്തിനാ ഭൗതികമായ വിഷയം ചോദിച്ചു? ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഭഗവാനെ കണ്ടാൽ ഭഗവാന് സേവനം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാകണം. പക്ഷെ എൻ്റെ ആഗ്രഹം ഇപ്പം എന്താണ്? ഭൗതിക ആഗ്രഹമായിപ്പോയി എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമത്തിലിരിക്കും. അതാണ് ഭക്തന്മാർ. ചിലപ്പോൾ നമ്മുടെ ഭക്തി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പോയി പ്രാർത്ഥിക്കും, ഭഗവാനെ എൻ്റെ മക്കൾക്ക് നന്നായിട്ട് കല്യാണം നടക്കണേ, ഒരു പയ്യനെ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ അവിടെ നിന്ന് ഒരു പൂ വന്ന് വീഴും. ഭഗവാൻ അനുഗ്രഹിച്ചു. ഉടനെ നമ്മൾ എല്ലാവരുടെ അടുത്ത് പറയും, കറക്റ്റ് അടുത്ത ആഴ്ച കല്യാണം ഫിക്സ് ആകും. ഉടനെ നമ്മളെന്ത് പറയും? ഞാൻ ഭഗവാന്റെ ഫ്രണ്ടിൽ പോയി പ്രാർത്ഥിച്ചു, പൂ വീണു, കല്യാണം നടന്നു, ഭഗവാൻ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം എന്തനുഗ്രഹമാണ്? ഭൗതിക അനുഗ്രഹമാണ്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞത്? ആൾക്കാരുടെ അടുത്ത് ഭയങ്കര സന്തോഷമായിട്ട് ഓരോരുത്തർക്കും ഭൗതികമായ വിഷയം കിട്ടിയതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഹാപ്പി ആവുകയാണ്. പക്ഷെ ധ്രുവ മഹാരാജ് എന്താ ചെയ്തത്? ആ ആഗ്രഹം കിട്ടിയപ്പോൾ ധ്രുവ മഹാരാജിന് ഭയങ്കര വിഷമമായി. ഇതാണ് യഥാർത്ഥ ഭക്തിക്കും ഭൗതികമായ മിശ്രിത ഭക്തി എന്ന് പറയും. നമുക്ക് നമ്മുടെ ഭക്തി എങ്ങനെയാണെന്ന് വെച്ചാൽ മിശ്രിതമായ ഭക്തിയാണ്, രണ്ടും മിക്സഡായാണ്. പക്ഷെ ഭക്തിയേ ഇല്ലാതിരിക്കുന്നതിനേക്കാളും ഇത് എത്രയാണ്? ഇത് ഉത്തമമാണ് അല്ലേ? ഒന്നുമേ ചെയ്യാതിരിക്കുന്ന ഒരാളിനേക്കാളും എൻ്റെ അടുത്ത് ഒരാളെന്ന് പറഞ്ഞു, അതേ നന്നായിട്ട് ഭഗവത്ഗീത ഡെയിലി ഭഗവത്ഗീത വായിക്കും, നന്നായിട്ട് ജപിക്കുകയാണെങ്കിൽ ആരെടുത്തും മിണ്ടാതെ ജപിക്കും. ആ വ്യക്തിക്ക് അത് സാധിക്കും. അപ്പോൾ ആശ്രമത്തിൽ വന്നപ്പോൾ എല്ലാവരും നാമജപം, എല്ലാവരും ചാൻറ്റിങ് വയ്ക്കും. ഒരാൾ ഇങ്ങനെ നടക്കണു, ഒരാൾ പ്രഭു അതിട്ട് കുക്ക് ചെയ്യും, പ്രഭു ഇതിട്ട് കുക്ക് ചെയ്യും, പ്രഭു ഒരാൾ ജപിച്ചിട്ടേ കുക്ക് ചെയ്യുന്നു. ഇതെല്ലാം ഇതേ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചില്ല. അദ്ദേഹം ഉടനെ ഒന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്, ഇതെന്താ ജപം പ്രഭു? ഈ ലാത്തിയടി ജപം എന്താണെന്ന് പറഞ്ഞു. ഈ പോലീസുകാരെ പോലെ ഇങ്ങനെയാണോ ജപിക്കേണ്ടത്? ജപിക്കണമെങ്കിൽ ചിട്ടയോടി ജപിക്കണം, അല്ലെങ്കിൽ ജപിക്കരുത്. എന്താണ്? ജപിക്കുകയാണെങ്കിൽ ചിട്ടയോടി ജപിക്കണം, അല്ലെങ്കിൽ ജപിക്കരുത്. അത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ കേട്ടിട്ട് പറയുന്നതെല്ലാം കേട്ടു. ഫൈനലി ഞാൻ പറഞ്ഞു, അവർ ജപിച്ചത് ആരുടെ നാമമാണ്? അത് കൃഷ്ണൻ്റെ നാമമാണ്. കൃഷ്ണ എന്ന് ഒരാൾ ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കുന്നത് അത് ഭാഗ്യമാണോ ഇല്ലയോ? ഭാഗ്യമാണ്. ശ്രീമദ് ഭാഗവതം വായിച്ചിട്ടുള്ളല്ലേ? അതെ. അപ്പോൾ തമാശയ്ക്ക് പോലും ഒരാൾ കൃഷ്ണ എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ പരിഹസിച്ചുകൊണ്ട് കൃഷ്ണ എന്ന് പറഞ്ഞാലും അതിനത്രയും ശ്രേഷ്ഠമെന്ന് പറയുന്നില്ലേ? പറയുന്നുണ്ട്. അപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെടുത്ത് ഞാൻ പറയാണ് ചിട്ടയോടുകൂടി ജപിക്കണം എന്ന് പറഞ്ഞാൽ അവരിപ്പം ജപിക്കുകയില്ല, അതങ്ങ് നിർത്തും. അതിനേക്കാളും ഇത് നല്ലതല്ലേ എന്ന് പറഞ്ഞു. അതിപ്പോൾ പറയുന്നത് ശരിയാണ്.
അപ്പോൾ ചിലർ ചിന്തിക്കില്ല, മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാതെ ഇതാണ് കറക്റ്റ്, ഇങ്ങനെ വേണം ചെയ്യണം എന്ന് പറയും. അല്ല, എല്ലാവരുടെ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കി. അപ്പം നമ്മൾ വന്ന സമയത്ത് ഇതുപോലെയൊക്കെ കളിച്ച് നടന്ന് ചിലപ്പോൾ ജപമൊക്കെ ഉഴപ്പിയിരിക്കും ചെയ്യുന്നു. ഇപ്പോഴും അത് മാറിയിട്ടില്ല, അത് വേറെ. പക്ഷേ എന്നാലും കുറച്ച് ആ വ്യത്യാസമുണ്ട്. പണ്ടുള്ള അത് അത്രയും മോശമായിട്ടല്ല, ഇപ്പോൾ ഇത്തിരി ബെറ്ററായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഏകാദശിയൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഏകാദശി ഇങ്ങനെ എടുത്തപ്പോഴാണ് ഒരു യാത്രയ്ക്ക് പോയി, ആദ്യമായിട്ട് ഏകാദശി എടുക്കുകയാണ്. പക്ഷെ പറ്റണില്ല. അന്ന് വൈകുണ്ഠ ഏകാദശി യാത്ര പോയി കൊണ്ടുപോയി ഉച്ചയായപ്പോൾ തന്നെ വെള്ളം കുടിക്കാതെയൊക്കെ ഇരുന്ന് നമുക്ക് ശീലമേ ഇല്ല. അപ്പോൾ പോയി അവിടെ പോയപ്പോൾ ഒരാൾ പതുക്കെ ഒരു 4 മണിയായപ്പോൾ പറയാണ് ഒരു കടയിൽ പോയിട്ട് വടയും ചായയും കുടിച്ചു. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, നിങ്ങൾ വടയും ചായയൊക്കെ കുടിക്കില്ല, അത് തെറ്റല്ലേ എന്ന് പറഞ്ഞു. ഏകാദശി തീരണ്ടേ? കാരണം പറഞ്ഞു ഏകാദശി വൈകുന്നേരം വരെയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഏകാദശി സന്ധ്യ കഴിഞ്ഞാൽ ഏകാദശി എടുക്കണ്ട. ആര് പറഞ്ഞു? അവിടെ ഒരു പ്രഭു. ആരും പറഞ്ഞില്ല, അവിടെ ഒരു പ്രഭു പറഞ്ഞു. അപ്പോൾ കേട്ടതേ ഉള്ളൂ, ഭയങ്കര സന്തോഷമായി. പിന്നെ കൺഫേം ചെയ്യാൻ പോലും നിന്നില്ല. ഞാൻ ആരടുത്ത് കൺഫേം ചെയ്യണം? ആ അമ്പലത്തിലെ ബ്രഹ്മചാരി ഡിവോട്ടിയുടെ അടുത്ത് പോയി കൺഫേം ചെയ്യണം. അതിനൊന്നും നിന്നില്ല, നേരെ പോയി ഒരു വടയും ചായയും ഞാനും കുടിച്ചു. കുടിച്ചപ്പോൾ സമാധാനമായി. പിന്നെ ഒരു വടയും ചായ. അപ്പോൾ ആ പ്രഭു അവിടെ നിന്ന് കണ്ടിട്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത്ര നേരം ഏകാദശി എടുത്തല്ലേ? അതെ എടുത്തു. ആ പ്രഭുവാണെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ള പ്രഭു. ഇത്ര നേരം ഏകാദശി എടുത്തല്ലേ? ആ ഏകാദശി. പിന്നെ എന്തിനാ വടയും ചായ കുടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആ പ്രഭു പറഞ്ഞു. ഏത് പ്രഭു പറഞ്ഞു? ആ പ്രഭുവിനെ വിളിച്ചു. ആര് പറഞ്ഞു? അറിയില്ല. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ കാണിച്ചു തന്നാൽ അതിനങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. എന്നിട്ട് ഈ പ്രഭു എന്ന് പറയാണ് എൻ്റെ അടുത്ത്, എന്നാൽ കുഴപ്പമില്ല, ഇനി കണ്ടിന്യൂ ചെയ്തോ, ഇനി കഴിക്കണ്ട, ഇനി അങ്ങനെ തന്നെ എടുത്തോ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ഇനിയൊരു പ്രഭു പറയും, എന്തായാലും ബ്രേക്കായില്ലേ, കഴിച്ചോന്ന്. പിന്നെ ഹോട്ടലിൽ പോയി അടുത്ത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിറ്റർമിനേഷൻ. ഓക്കെ. പക്ഷെ ക്രമേണ ആകുമ്പോൾ നമുക്ക് തന്നെ തോന്നും അത് ചെയ്യാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? നമ്മൾ ശാസ്ത്രം പഠിക്കുന്നു, ഭക്തന്മാരുടെ സാധുസംഘത്തിലിരിക്കുന്നു. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും അവരുമായിട്ടുള്ള സംഘവും കാരണം നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാവും. സോ ഭഗവാനെ മനസ്സിലാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഏതാണ്? ഭക്തിമാർഗം, സിമ്പിൾ മാർഗം. ഒരുപാട് ശാസ്ത്രം പഠിച്ച് പ്രഭുപാദ് എന്തൊക്കെ തന്നിരിക്കുന്നു അത്രയും മാത്രം പഠിച്ചാൽ മതി. കാണുന്ന ലെക്ചർ, കാണുന്ന യൂട്യൂബിലെ വാർത്തകൾ, ചെറിയ മെസ്സേജ്. ചിലരുടെ അടുത്ത് ഞാൻ ബുക്ക് വായിക്കാറുണ്ടോ? ഞാൻ ഡെയിലി വായിക്കുമ്പോഴും എന്ത് വായിക്കും? ഏതെങ്കിലും ഒരു മെസ്സേജ്, വാട്സപ്പിൽ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ് വായിക്കും. പക്ഷെ ആ മെസ്സേജ് നല്ലതാണ്, അത് കൃഷ്ണാവബോധത്തിലെ മെസ്സേജാണ്, വായിക്കാം. പക്ഷെ അതിന് തുടക്കമുണ്ട്, അതിനൊരു എൻഡും ഉണ്ടാകും. ഈ തുടക്കവും അവസാനവും ഇല്ലാതെ ഇടയ്ക്ക് വായിച്ചാൽ, തലയും വാലും ഇല്ലാതെ വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവില്ല. ഒരു ശ്രീമദ് ഭാഗവതം കണ്ടിന്യൂസ് റീഡിങ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു നോളജ്, അതിൻ്റെതായ കാര്യങ്ങൾ മനസ്സിലാകും. അവിടെ മാത്രം ആ വ്യക്തി അങ്ങനെ റെഗുലറായിട്ട് വായിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയതെടുത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അത് ക്ലിയറായിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ട് ഡിവോഷണലി പ്രോഗ്രസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? ഡെയിലി വായിക്കണം. മനസ്സിലാകുന്നോ ഇല്ലയോ വായിക്കണം. ഏത് വായിക്കണം? പ്രഭുപാദിൻ്റെ ബുക്സ് തന്നെ വായിക്കണം. അത് ചെറിയ ബുക്കോ വലിയ ബുക്കോ, അങ്ങനെ റെഗുലറായിട്ട് നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തദാമി ബുദ്ധിയോഗം തമ്യേന മാമുപയന്തിതേ, നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നമുക്കുള്ള ഇൻ്റലിജൻ്റ് ആര് തരും? പ്രഭുപാദ് തരും, ഗുരു തരും, കൃഷ്ണൻ തരും. അപ്പോൾ നമുക്ക് ഭഗവാനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ നമുക്കും ഇനിയൊരാൾക്കും ആ കൃഷ്ണാബോധം നമുക്ക് കൊടുക്കാൻ സാധിക്കും. जय ग्रंथराज श्रीमद् भगवद गीता की जय, श्री प्रभुपाद की जय, गौर प्रेमानंद।